ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു 2003 ആൾട്ടോയുടെ വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല എൻക്വയറി കാര്യങ്ങളെല്ലാം ആ വണ്ടിക്ക് വന്നിരുന്നു. പെട്ടെന്ന് തന്നെ അതിന് നമുക്ക് അഡ്വാൻസായി വിൽപ്പനയും ഏകദേശം ധാരണയായിട്ടുണ്ട്. ഒരുപാട് പേര് ആ വണ്ടിക്ക് വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ ഒരു ചെറിയ വാഹനവുമായിട്ട് നമ്മൾ ആ വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് സെയിം വർഷത്തെ തന്നെ വണ്ടിയാണ്. നമ്മൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൂടി എക്സ്ട്രാ പറയാം. ഇതൊരു 2003 വണ്ടിയാണ്. ഇത് ആൾട്ടോ LX ആണ് വരുന്നത്. പവർ സ്റ്റിയറിംഗ് ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് നമ്മൾ മുൻപ് ചെയ്ത വണ്ടിയും ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം. ഒരു 10,000 രൂപയൊക്കെ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഴയ LX വണ്ടിയുടെ പവർ സ്റ്റിയറിംഗ് നമുക്ക് ഈ വണ്ടിയിൽ കയറ്റാൻ പറ്റും. ഒരു തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. ഈ വണ്ടിയും റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. ഇനി അടുത്ത ടെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് 2028 അതുവരെയുള്ള എല്ലാ പേപ്പർ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. 3 ടയർ പുതിയ ടയർ വണ്ടിയിലുണ്ട്. അത്യാവശ്യം പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിലുണ്ട്. പഴയ ഒരു ആക്റ്റീവയുടെ വില മാത്രമാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. 60,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് വെച്ചിരിക്കുന്ന വില. ഇൻറ്റീരിയൽ കാര്യങ്ങളെല്ലാം അത്യാവശ്യം വൃത്തിയാണ്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം പയനിയറിൻ്റെ ഈ വണ്ടിയിലുണ്ട്. നല്ല ചിൽഡ് AC വണ്ടിയിലുണ്ട്. ഇൻറ്റീരിയൽ കാര്യങ്ങൾ, റൂഫ്, ടോപ്പ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. പഴയ ഒരു മാരുതി 800ൻ്റെ വില മാത്രമാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. നിലവിൽ 5ാമത്തെ ഓണർഷിപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഈ വണ്ടി വാങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ വലിയ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കമ്പനി സീറ്റ് കവർ മാറ്റ് ഒക്കെയാണ് ഇപ്പോൾ ഈ നിലവിൽ ഈ വണ്ടിയിലുള്ളത്. അത്യാവശ്യം ഓടാനുള്ള ഒരു ടയർ, പുത്തൻ 3 ടയർ, ആവറേജ് ഒരു സ്റ്റെപ്പിനിയും ഈ വണ്ടിയിലുണ്ട്. എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയാണ്. പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. പഴക്കത്തിൻ്റേതായിട്ടുള്ള പോരായ്മകൾ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. യാതൊരുവിധ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ നിലവിൽ ഈ വണ്ടിക്കില്ല. അപ്രോണോ ഡാമേജോ മേജർ ആക്സിഡൻറ്റുകളോ ഒന്നും ഈ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. നിലവിൽ ഓയിൽ ലീക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. ഏതൊരു സാധാരണക്കാരൻ്റെയും കാറെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് പറ്റിയ ഒരു വണ്ടിയാണ് ഇത്. ഒരു സ്കൂട്ടറിൻ്റെ വില മാത്രം നൽകി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു വണ്ടിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.